ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വേ ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജന്മം കൊണ്ട് ഞാനൊരു അൽബേനിയനാണ്. പൗരത്വപരമായി ഞാനൊരു ഇന്ത്യനാണ്. വിശ്വാസത്തിൽ ഞാനൊരു കത്തോലിക്ക സന്യാസിനിയാണ്. എൻ്റെ വിളിയിൽ ഞാൻ ലോകത്തിൻ്റേതാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും യേശുക്രിസ്തുവിനുള്ളവളാണ്. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളാണിത്. ദരിദ്രരുടെ മാതാവ് എന്നറിയപ്പെടുന്ന മദർ തെരേസ 1910 അൽബേനിയയിൽ ജനിക്കുകയും ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ലോകമെങ്ങും ബഹുമാനം നേടിയ ക്രൈസ്തവ സന്യാസിനിയായിരുന്നു. ആഗ്നസ് എന്നായിരുന്നു യഥാർത്ഥ പേര്. അൽബേനിയൻ വംശജനായ അവൾ ബാല്യകാലം മുതൽ ദൈവത്തോടും സേവനത്തിനോടും വലിയ ആസക്തിയുള്ളവളായിരുന്നു. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ ആഗ്നസ് പഠിച്ചത് അവളുടെ അമ്മയിൽ നിന്ന് തന്നെയാണ്. യുഗോസ്ലാവിയയിൽ നിന്ന് ബംഗാളിലേക്ക് പോയ ധീര മിഷണറിമാരുടെ ചരിത്രങ്ങൾ കർത്താവിൻ്റെ മണവാട്ടിയാകുവാനും ഇന്ത്യയിലെ ദരിദ്രരെ സേവിക്കുവാനും അവളെ പ്രചോദിപ്പിച്ചു. അങ്ങനെ 18-ാം വയസ്സിൽ ഐറിഷ് ലൊറേറ്റോ മിഷണറി സമൂഹത്തിൽ ചേരുകയും ഇന്ത്യയിലെ കൊൽക്കത്തയിലേക്ക് വരികയും ചെയ്തു. ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തു. എന്നാൽ പിന്നീടുള്ള തൻ്റെ ജീവിതം മുഴുവനും ദരിദ്രരെ സേവിക്കുവാനുമായി മാറ്റിവെച്ചു. 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സമൂഹം രൂപീകരിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള ദരിദ്രർക്കും അശരണർക്കും സേവനം നൽകുന്ന ഒരു വലിയ സംഘടനയായി അത് മാറി. കൽക്കട്ടയിലെ സമൂഹത്തോട് മദർ ഇപ്രകാരം പറഞ്ഞു: വിവാഹിതരും അവിവാഹിതരും ഓടയിലും ചവറ്റുകുനയിലും ബക്കറ്റിലും വലിച്ചെറിയുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികളാണ്. അവരെ തരിക, ഉണ്ണി ഈശോയെ പോലെ ഞങ്ങൾ വളർത്തിയെടുക്കാം. മദറിൻ്റെ ഈ വാക്കുകൾ അനേകം കുഞ്ഞുങ്ങൾക്ക് അഭയം നൽകി. ശിശുഭവനിൽ പുതിയൊരു കുട്ടി എത്താത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ പലപ്പോഴും മദറിന് അനുഭവപ്പെട്ടിരുന്നു. മക്കൾക്കായി ഭിക്ഷ യാചിപ്പാൻ ആ അമ്മ മടിച്ചില്ല. ഒരിക്കലൊരു ധനവാന്റെ വീട്ടിലെത്തി കൈ നീട്ടിയപ്പോൾ ആ കൈകളിലേക്ക് അദ്ദേഹം കാർക്കിച്ചു തുപ്പി. പക്ഷെ അതിന് മറുപടിയായി അമ്മ ഇപ്രകാരം പറഞ്ഞു: എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടു. ഇത് കേട്ട് അയാൾ ക്ഷമ ചോദിച്ചു. വലിയൊരു തുക മദറിന് നൽകി. അനേകം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് ആശ്വാസവും അഭയവുമായി അമ്മ മാറി. അമ്മയുടെ നിസ്തുല്യ സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. അതിലേറ്റവും പ്രശസ്തമായത് 1979 നോബൽ സമാധാന പുരസ്കാരമാണ്. കൂടാതെ ഭാരത സർക്കാർ ഭാരതരത്ന എന്ന രാജ്യത്തെ ഉന്നതമായ സിവിലിയൻ ബഹുമതിയും നൽകി. 1997 അന്തരിക്കുകയും 2016 പോപ്പ് ഫ്രാൻസിസ് വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നും മദർ തെരേസയുടെ സേവനവും കൃപയും കരുണയും ലോകത്താകമാനം അനുസ്മരിക്കപ്പെടുന്നു.